8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. രൂക്ഷമായ വിലക്കയറ്റവും അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്കിടയിൽ രൂക്ഷമായ തൊഴിലില്ലായ്മയും വികസന സ്തംഭനവും ഉൾപ്പെടെ പാഴായിപ്പോയ 9 വർഷങ്ങളാണ് കഴിഞ്ഞുപോയതെന്ന് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിലമ്പൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ അമരബലം പഞ്ചായത്തിലെ പ്രചരണ പരിപാടിയുടെ സമാപനം TK കോളനിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഭരണമാറ്റത്തിന്റെ കേളികൊട്ട് നിലമ്പൂരിൽ നിന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നാട്ടിൽ പ്രത്യേകിച്ചൊരു വികസനം ഉണ്ടായതായി ഞങ്ങൾക്കാർക്കും കാണാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 9 വർഷക്കാലം പാഴായി പോയ 9 വർഷമാണ്. അത് നിലമ്പൂരിന് മാത്രമല്ല കേരളത്തിനൊട്ടാകെ പാഴായി പോയ 9 വർഷമാണ് നമ്മൾ കണ്ടത്. കേരളത്തിൽ ഒരു തുടർ ഭരണമുണ്ടായപ്പോൾ ജനങ്ങൾ പലതും പ്രതീക്ഷിച്ചു. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി. ഇന്ന് വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുന്നു. സാധനങ്ങൾക്കെല്ലാം തീപിടിച്ച വിലയാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് വിലക്കയറ്റത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു നടപടിയും സർക്കാർ കൈക്കൊള്ളുന്നില്ല. ഇന്ന് തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം. അടുത്ത കാലത്ത് പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മ ഏറ്റവും ശക്തമായ സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പിൻവാതിൽ നിയമനങ്ങൾ നടത്തി സ്വന്തം പാർട്ടിക്കാർക്ക് ജോലി ഉറപ്പിക്കുന്ന സമീപനം നടപടി മാത്രമാണ് ഈ ഗവൺമെന്റ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു, വിലക്കയറ്റം രൂക്ഷമാകുന്നു, സംസ്ഥാനത്ത് വികസന സ്തംഭനം നിൽക്കുന്നു, വൻപിച്ച വികസന പദ്ധതികളൊന്നും കൊണ്ടുവരാതിരിക്കുന്നു. പിന്നെ എന്തിനാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യേണ്ടത്? ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യേണ്ടത്? സംസ്ഥാനത്തെ ജനങ്ങൾക്ക് 9 വർഷക്കാലമായി നൽകിയത് മുഴുവൻ ഒരു പാർട്ടി ഭരണം മാത്രമായിരുന്നു. പാർട്ടിക്കാർക്ക് വേണ്ടി പാർട്ടിക്കാർ നടത്തുന്ന ഒരു ഭരണം, പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ നീതി കിട്ടാത്തൊരു ഭരണം, സാധാരണക്കാരുടെ ജീവിതത്തിന് രക്ഷയില്ലാത്തൊരു കാലഘട്ടം, സ്ത്രീകൾക്ക് സ്വൈര്യമായി കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥ നിങ്ങൾ ഓരോ ദിവസവും കാണുന്നുണ്ട്. പത്രങ്ങളിൽ 9 മണി കഴിഞ്ഞാൽ ടെലിവിഷനിൽ കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെ പരമ്പരകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പാർട്ടിക്കാർക്ക് വേണ്ടി പാർട്ടി നടത്തുന്ന ഭരണമാണ് സംസ്ഥാനത്തുള്ളതെന്നും കൊലപാതകം, പീഡനം, ക്രമസമാധാന വീഴ്ച ഉൾപ്പെടെ പോലീസ് നിഷ്ക്രിയമായ അവസ്ഥയാണെന്നും ഗുണ്ടകളെല്ലാം ജയിലിന് പുറത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തണലിൽ വിലസുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കർഷകദ്രോഹ നടപടികൾ സ്വീകരിക്കുന്ന സർക്കാർ കർഷകന്റെ കണ്ണീരൊപ്പാൻ ഒന്നും ചെയ്യുന്നില്ലെന്നും മറ്റുള്ള സർക്കാർ ചെയ്തുവച്ച വികസന പ്രവർത്തനങ്ങളുടെ പിതൃത്വം ഏറ്റെടുക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ബൂത്ത് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി. CR മഹേഷ് MLA, ഹമീദ് MLA, UDF നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ മുണ്ടേരി, കൺവീനർ NA കരീം, യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് മുണ്ടശ്ശേരി, കൺവീനർ കേമ്പിൽ രവി, VK ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.